പോയ വാരം. ഈ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അന്തരിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ്. ജൂലൈ 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:30-നായിരുന്നു വിയോഗം. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിനൊടുവിൽ ശുഭാംശു ശുക്ല ഭൂമിയിൽ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. വനിതാ ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിന്. വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻഖർ രാജിവെച്ചു. ISROയും നാസയും ചേർന്ന് നടപ്പാക്കുന്ന പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നൈസർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. ഇനി വാരാന്ത്യവുമായി അനാൻ ഷാജഹാൻ. പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്കൂളിലേക്ക് പോയാലോ? കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ NH UP സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏറെ കൗതുകം ഉളവാക്കിയിരുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്റെ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു ഇവിടെയും. വോട്ടിംഗ് യന്ത്രവും ഇവിടെ സജ്ജമാക്കിയിരുന്നു. നടത്തിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിന് നേതൃത്വം നൽകിയ അധ്യാപകർ നമ്മളുമായി പങ്കുവെക്കും. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയെന്നൊന്ന് വിശദീകരിക്കാമോ? പാർലമെന്ററി മോഡൽ. ഏത് രീതിയിലാണ് ഈ സ്കൂളിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിയത്? അതായത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആദ്യം നമ്മുടെ ഇലക്ഷന്റെ തീയതി എന്നാണെന്നുള്ള പ്രഖ്യാപനം, അത് ബഹുമാനപ്പെട്ട HM ദീപ ടീച്ചർ അസംബ്ലി വിളിച്ചു കൂട്ടി കുട്ടികളെ ഇലക്ഷന്റെ തീയതി 29, അതായത് ജൂലൈ 29 എന്നുള്ള തീയതി പ്രഖ്യാപിച്ചു. ആ കൂടെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ ഇന്ന പ്രക്രിയകൾ നടക്കുന്നു എന്ന് തീരുമാനിച്ചു. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ്. രണ്ടാമതായിട്ടുള്ള സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പിൻവലിക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രികയുടെ പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, സത്യപ്രതിജ്ഞ, ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച തീയതികളിൽ തന്നെ നടത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് കുട്ടികൾ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് അവർക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലൂടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് എന്താണെന്നും തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്താണെന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിൽ തന്നെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.